ഹായ് ആൾ, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ ഹോട്ട് ആൻഡ് സ്പൈസി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ ക്രിസ്മസ് റെസിപ്പി 2 ക്രിസ്മസ് സീരീസിലെ രണ്ടാമത്തെ റെസിപ്പിയാണ് ചിക്കൻ ബണ്ണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ബണ്ണിന് വേണ്ടി മാത്രമുള്ളതാണ്. ചിക്കൻ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാം. ബൺ ഞാൻ ഓൾറെഡി മിൽക്ക് ബണ്ണിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻ വേണ്ടത് മൈദ, 2 കപ്പ് മൈദയാണ്. 2 കപ്പ് മൈദയ്ക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. പാല് ഒരു 3/4 കപ്പ് പാല്, പിന്നെ ഈസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 6 ടേബിൾ സ്പൂൺ. ഇത് മൈദ കപ്പ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂൺ പാലും 2 ടേബിൾ സ്പൂൺ പാല്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം, 2 ടേബിൾ സ്പൂൺ മൈദ, മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ട കെട്ടാത്ത പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കും. ആ കുറുക്കാണ് ഇത്. അതിന് മൈദ കപ്പ് എന്ന് പറയും. അപ്പം അത്, പിന്നെ കുറച്ച് ഉപ്പ്, ഒരു മുട്ട. അപ്പം ഇതൊക്കെയാണ് ഇവിടെ വേണ്ടത്. പിന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നെയ്യിട്ട് കുഴയ്ക്കും. ബട്ടറോ നെയ്യോ എണ്ണയോ അത് ഞാൻ ആ സമയത്ത് അതിൽ ഒഴിക്കുന്ന കണക്കിൽ ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഞാനൊരു 3 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂണാണ് എടുക്കാറ്. അപ്പോൾ അത് നമുക്ക് കുഴയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സോഫ്റ്റ്നെസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈസ്റ്റ്, ഈ ചെറു ചൂട് പാലാണ് കേട്ടോ ഇത്, ഞാൻ അത് പറയാൻ മറന്നു. ചെറു ചൂട് വേണം പാലിന്, എന്നാലേ ഈസ്റ്റ് പൊന്തുള്ളൂ. അതിലേക്ക് ഞാനിതാ നമ്മുടെ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഞാൻ നേരത്തെ എടുത്തു വെച്ചതിൽ നിന്ന് ഒരു ഇത്തിരി, ജസ്റ്റ് അതൊരു കാറ്റലിസ്റ്റ് പോലെയാണ്. ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അത് മാത്രമായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. ഇത് പൊന്തിയാൽ മാത്രമേ പിന്നെ അത് ബണ്ണും നമുക്ക് നല്ല പൊന്തി സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പൊന്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇതായി നമ്മളൊന്നും കൂടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കണ്ട, ബിക്കോസ് അതും ഈസ്റ്റ് പൊന്തിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബണ്ണ് ഫ്ലഫി ആവില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ട് ശരിയാണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈസ്റ്റ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചിലപ്പോൾ പഴകിയതാവാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഒന്നും കൂടി റീഡൂ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആദ്യം ഈസ്റ്റ് നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. നമുക്കത് ഒഴിക്കാം. നെക്സ്റ്റ് പഞ്ചസാര നമ്മൾ ഓൾറെഡി 1 ടേബിൾ സ്പൂൺ ഇതിലിട്ടിട്ടുണ്ട്. ബാക്കി 5 ടേബിൾ സ്പൂൺ ഇട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഒരു മുട്ട, മഞ്ഞ വെള്ളം അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രണ്ടും ഇതിൽ തന്നെ ഇടാം. ഇനി നമ്മളുടെ മൈദ കപ്പി എടുത്തത്, ഇതൊന്ന് നന്നായി ആറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ ഉടയാത്തത് കേട്ടോ. നമ്മളിപ്പോൾ മാവൊന്ന് കുഴയ്ക്കുമ്പോൾ അതൊക്കെ ഉടഞ്ഞോളും. ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ്, പിഞ്ച് ഓഫ് സോൾട്ട്. ഇനി നമ്മളുടെ മൈദ, ഞാൻ അളന്ന് വെച്ച 2 കപ്പ് മൈദയാണിത്. ഇതാദ്യം നമുക്കൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല, നമ്മളിപ്പോൾ കൈയിട്ടിട്ടോ ഉടയ്ക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഇനീഷ്യൽ മിക്സിങ് മാത്രമാണ്. ഇതെന്താ കണക്കെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ ഒന്ന് മിക്സ് ചെയ്യും. ഒരു 5 മിനിറ്റ് നല്ലോണം നമുക്ക് കൈ കൊണ്ട് പാത്രത്തിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചൺ സ്ലാബ് ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒരു 10 മിനിറ്റ് എന്നുള്ള കണക്ക് ഞാൻ അത് കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ഒട്ടുന്നത് ഇങ്ങനെ കുറഞ്ഞ് ഉരുണ്ട് വരും. അതുവരെ നമുക്ക് കിച്ചൺ സ്ലാബിലിട്ട് ഉരുട്ടണം. ഇപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും ആഡ് ചെയ്തിട്ട് ഇത് ഇത്തിരിയും കൂടെ ഒന്ന് കുഴയ്ക്കാം. കയ്യിലും കൂടെ ഒന്ന് നെയ്യിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒട്ടൽ ഉണ്ടാവില്ല. ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഓർ മെൽറ്റഡ് ബട്ടർ, അല്ലെങ്കിൽ തന്നെ ബട്ടർ ഈ ഫ്രിഡ്ജിലത്തെ അല്ല, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ ഒന്ന് ഉടയ്ക്കണം നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ട്. അപ്പോൾ
നെയ്യാവുമ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി ഇല്ല, അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇപ്പം നല്ലോണം ഇങ്ങനെ ഒട്ടാണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉരുട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ സ്ലാബിലിട്ടിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ ഉരുട്ടി നമുക്കിത് പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കാം. അതായത് ഒരു ജസ്റ്റ് 2.5 hours ഒന്ന് ശരിക്കും പൊന്തി വരാനായിട്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒട്ടുന്ന കണ്ടോ, ഈ ഒട്ടാത്ത പരുവത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ആക്കി കൊണ്ടുവരണം. ആദ്യം ഒട്ടും, ഒരു 10 മിനിറ്റ് ഒട്ടും, പിന്നെ 15ാമത്തെ മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാം ആ ഒട്ടൽ മാറി തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ഞാനിതൊന്ന് ബാക്കി ചെയ്യട്ടെ. ഇതാ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, കയ്യിൽ അത് ഇങ്ങനെ ഉരുണ്ട് വരണത്. ഇനി നമുക്കിതൊന്ന് പ്രൂഫ് ചെയ്യാൻ വെക്കാം. ഞാൻ കുറച്ച് നെയ്യ് മുകളിലിങ്ങനെ തടവുന്നുണ്ട്, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഒരു ഈറനായിട്ടുള്ളത്, അതായത് വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പ്രൂഫ് ചെയ്യാൻ ഒരു 2.5 hours വെക്കാം. അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്, ഫില്ലിംഗ് ഉണ്ടാക്കാൻ. അപ്പോൾ മൈദ പ്രൂഫ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കനാണ് എടുക്കുന്നത് ഉള്ളിലുള്ള ഫില്ലിങ്. പക്ഷെ പ്രോൺസ് ആവാം, എഗ് ആവാം, വെജിറ്റേറിയൻസിന് പനീറാവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫില്ലിങ്ങിനുള്ളത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാനൊരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഫില്ലിങ്ങിന്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. എൻ്റെ കയ്യിൽ ചെറിയ ബോൺ പീസസൊക്കെ ഉണ്ട്. ഞാൻ ബോൺലെസ് അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്ത് ചിക്കൻ ഇട്ടു. 1 സ്പൂൺ നോർമൽ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി അല്ല. കാശ്മീരി ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇട്ടോളൂ. ഞാനിതിപ്പോൾ 1 ടേബിൾ സ്പൂൺ. ഇനി ഓണിയൻ ടൊമാറ്റോയും കൂടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇനി ഇടും. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ഫുൾ ടേബിൾ സ്പൂണും ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂണും കൂടി ഇടുന്നുണ്ട്. ഓക്കെ, ഇനി ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, വല്ലാണ്ട് ഒഴിക്കരുത് നമ്മൾ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ബോയിൽ ചെയ്യാം, ജസ്റ്റ് 1 വിസിൽ. ഗ്യാസ് ചൂടാക്കി നമ്മൾ എണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് ചോപ്ഡ് ഓണിയൻസ് നമുക്ക് ഫസ്റ്റ് ഒന്ന് വഴട്ടാം. അതിലേക്ക് കുറച്ച് ചോപ്ഡ് ഗാർലിക്കും പിന്നെ ചോപ്ഡ് ടൊമാറ്റോസും നമ്മൾ ആഡ് ചെയ്യുന്നു. ഓണിയൻ നമ്മൾ വേഗം വഴറ്റി വരാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വഴണ്ട് നല്ല എന്താ പറയുക, തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എല്ലാ മസാലയും. അപ്പോൾ ഇവിടെ കുറച്ച് ഗരം മസാല ആൻഡ് കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ, ഒടിഞ്ഞുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊരു കളറിന് വേണ്ടിയാണ്. ഭയങ്കര എരിവാവുമെന്ന് വിചാരിക്കേണ്ട, എന്ന് വെച്ചാൽ ബണ്ണിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സിൽ ഈ എരിവും കൂടെ ആകുമ്പോഴേ എൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബ്ലാൻഡ് ആയിപ്പോകും. ഈ പൊടികളൊന്ന് നന്നായിട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ ഞാൻ ആ വേവിച്ച് വെച്ച ചിക്കൻ ഉള്ള ബോൺസ് മാറ്റിയിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ടുണ്ട്. മിക്സിയിൽ ജസ്റ്റ് ഒരു പൾസ്, അത്രയേ ഉള്ളൂ. അതിൽ വെള്ളം മാറ്റി വെക്കാം. അധികം ഇതിൽ വെള്ളം പാടില്ല, നമുക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഒരു ഇത്തിരി ആ ഒരു മസാല പിടിക്കാനുള്ള വെള്ളം മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം വഴണ്ട് വന്നതിലേക്ക് നമ്മുടെ ഷ്രെഡഡ് ചിക്കൻ മിക്സിയിൽ അടിച്ചത് ഇടുന്നു. ഇതിൽ ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചൊന്ന് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. വെള്ളം എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോക്ക്, ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അതാവുമ്പോൾ ആ മസാലയുണ്ട്, അത് ആഡ് ചെയ്യാം.
ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് പ്രോൺസ് വേണമെങ്കിൽ പ്രോൺസ്, ഫിഷ് ആണെങ്കിൽ ഇങ്ങനെ മുള്ളൊക്കെ മാറ്റി അങ്ങനെ, അല്ലെങ്കിൽ മറ്റേ വെജിറ്റബിൾസ് പനീറോ അല്ലെങ്കിൽ എഗ്ഗ്. ഇതാ ഞാൻ ആ സ്റ്റോക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ മസാല ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മുറുകിയിട്ടുണ്ട്, കാണുന്നില്ലേ? ആ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അത് നമ്മൾ മുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് റെഡിയാക്കാം. അപ്പം ഇതാ പൊന്തി വന്ന മാവ് കണ്ടോ? ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്ങും റെഡിയാവും. ഞാൻ ഒരു ഉരുള മാവ് എടുത്ത് അതിന് കയ്യിൽ തന്നെ ഒന്നിങ്ങനെ പരത്തിയിട്ട് ഉള്ളിൽ സ്റ്റഫിങ് വെച്ച് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പം നല്ല ഇലാസ്റ്റിക് ഇതായിട്ടുള്ള മാവാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എത്ര വേണമെങ്കിൽ നമുക്കിങ്ങനെ വലിച്ച് എടുക്കാം. നല്ലോണം ഉരുട്ടി ക്രാക്ക് വരാത്ത പോലെ അവിടെയൊക്കെ മാവിങ്ങനെ ഇട്ട് പൊതിഞ്ഞ് നല്ല ഉരുട്ടിയെടുക്കണം. എന്നാലേ നമുക്ക് ആ ബണ്ണിൻ്റെ ഷേപ്പ് വരുള്ളൂ. പരത്തി വരരുത്, നമ്മൾ ആ ബണ്ണ് പോലെ തന്നെ വേണം. അപ്പോൾ ഈ ക്രാക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് എന്നിട്ട് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. കുറച്ച് ഗ്യാപ്പിട്ട് നമുക്ക് ബൺസൊക്കെ വെക്കാം ബേക്കിംഗ് ട്രേയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് വെക്കുന്നത്. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എഗ് വാഷ് ചെയ്യാം. അതായത് മുട്ട നമ്മൾ പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിനെ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ. ആ ഒരു ഷൈനിങ് ബ്രൗൺ കളർ വരാനാണ്. അപ്പോൾ ഇപ്പോൾ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു മിനിമം ഓഫ് 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഷൈനിങ് വരും. നമ്മൾ മോൾ ഭാഗം ഡ്രൈ ആക്കാണ്ട് വീണ്ടും വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല, ഞാൻ പറയാം വാഷ് എന്ന് പറയുന്നത് എഗ് വാഷാണ് കേട്ടോ. അപ്പോൾ നല്ല ഷൈനിങ് വരും. ഞാൻ ഓവനിലേക്ക് വെക്കുകയാണ്. ഞാൻ പ്രീ ഹീറ്റഡ് ഓവൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതാണ് 180 ഡിഗ്രി സെൽഷ്യസിൽ. ഞാൻ ഇപ്പോഴത്തേക്ക് ഒരു 30 മിനിറ്റ്സ് വെക്കുന്നു. പിന്നെ ഒരു 20 മിനിറ്റ്സ് ചിലപ്പോൾ വേണ്ടി വരും. എക്സാക്റ്റായിട്ട് നമുക്ക് നോക്കി ചെയ്യാം. 30 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കൊന്ന് എഗ് വാഷ് ചെയ്യാം. ഷൈനിങ് കളർ വന്നിരിക്കുന്നത്, ഇതൊന്ന് ബ്രേക്കായി കുഴപ്പമില്ല. ബട്ട് ബാക്കിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതും പ്രശ്നമൊന്നുമില്ല, ഓവർഫ്ലോ ഒന്നും ആയില്ല. എന്തായാലും അടിപൊളി. ഞാനിത് അടുത്ത സെറ്റ് ഉണ്ടാക്കിയതാണ്. ചുമ്മാ കളറ് ലൈറ്റ് വന്നപ്പോഴുള്ള ഒരു കളറാണ് കേട്ടോ ഇത്. കളർ പേടിക്കണ്ട. പക്ഷെ അതിൽ ഞാൻ മുകളിൽ കുറച്ച് എള്ളൊക്കെ ഇട്ടു, അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി വന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ്. എന്താ പറയുക, ഇതേ കണക്ക് മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്ട്ലി സെയിം ആയിരിക്കും, നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ? താങ്ക് യു ആൻഡ് മേരി ക്രിസ്മസ്.